നമസ്കാരം. ആര് വന്നാലും കുലുങ്ങില്ല എന്ന് ധരിച്ചു നടന്ന ഒരു വ്യക്തിയുണ്ട് അങ്ങ് കണിച്ചുകുളങ്ങരയിൽ. ആളുടെ പേര് നമുക്ക് എല്ലാവർക്കും അറിയാം, വെള്ളാപ്പള്ളി നടേശൻ. ആ വെള്ളാപ്പള്ളി നടേശൻ ഇന്ന് വലിയൊരു അബദ്ധം പിണഞ്ഞ് ഒടുവിൽ ഹൈക്കോടതിയുടെ മുന്നിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടു. അതുവരെ കൊടുത്ത അപ്പീൽ ഹർജി വരെ എടുത്ത് ഞാനിങ്ങ് എടുക്കുകയാണേ എന്നും പറഞ്ഞിട്ട് എടുത്ത് ഓടിയ വഴിക്ക് ഇപ്പോൾ പുല്ല് കിളിർക്കില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടൊരു വലിയ നിയമയുദ്ധം നടത്തിയിരിക്കുന്നത് ശ്രീനാരായണ സഹോദര ധർമ്മവേദിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ സൗത്ത് ഇന്ത്യൻ ആർ വിനോദാണ്. അദ്ദേഹം നമ്മളോടൊപ്പം ചേരുന്നു. ഓടി രക്ഷപ്പെടുകയായിരുന്നു ഈ വെള്ളാപ്പള്ളി നടേശൻ. എല്ലാവർക്കും വോട്ടവകാശം റദ്ദ് ചെയ്യിപ്പിച്ചു. ഇന്നലെ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ പോലെ ആർട്ടിക്കിൾ 44 തിരിച്ചു വന്നു എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. 2 ടിൻ ഒരാൾ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ ഒരാൾ 2 പാൻ കാർഡ് ഉപയോഗിക്കുക, അതെ, ഇല്ലീഗലാണ്. 2 പാസ്പോർട്ട് ഉപയോഗിക്കുക, അത് ക്രിമിനൽ ഒഫൻസ് ആണ്. 2021 ഇവർ പുറത്തു പോകേണ്ടതാണ്. ഈ 2026 വരെ ആ നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഇവരെ കസേരയിൽ തുടരുകയാണ്. അതിനെ ഞങ്ങൾ ചലഞ്ച് ചെയ്തു. അന്ന് ചലഞ്ച് ചെയ്ത് ഞങ്ങൾ ആ ഇലക്ഷൻ റദ്ദ് ചെയ്യിപ്പിച്ചു. ഒരു സമദൂരവും ശരിദൂരവും. ഇത് കൃത്യമായി ശ്രീനാരായണ സഹോദര ധർമ്മവേദി എടുക്കാൻ പോകുന്ന ഒരു കൃത്യമായ നിലപാട് തന്നെയാണ്. സാർ, ഇപ്പോ ഞാൻ ഇന്റർവ്യൂ പറഞ്ഞ സാർ കേട്ടല്ലോ, ഓടി രക്ഷപ്പെടുകയായിരുന്നു ഈ വെള്ളാപ്പള്ളി നടേശൻ. എന്താണ് നോട്ടിഫിക്കേഷൻ പിൻവലിക്കുന്നു, അപ്പീൽ പിൻവലിക്കുന്നു, ഹൈക്കോടതിയുടെ മുന്നിൽ നിന്ന് ഒരു വലിയ വിജയം തന്നെയല്ലേ സാർ ശരിക്കും ഉണ്ടായത്? ശ്രീനാരായണീയരുടെ ഒരു വലിയ വിജയമാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ ക്യാൻസൽ ചെയ്തുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ ആ നോട്ടിഫിക്കേഷൻ പിൻവലിച്ചത്. അത് ശ്രീനാരായണീയരുടെ ഒരു വലിയ വിജയമായിട്ട് തന്നെ വേണം നമ്മൾ കണക്കാക്കാൻ. കാരണം ഇല്ലെങ്കിൽ ഈ കഴിഞ്ഞ 30 വർഷമായിട്ട് ശ്രീനാരായണീയർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മനോവ്യത പുറത്തു പറയാൻ പറ്റാത്ത രീതിയിലുള്ളതാണ്. കാരണം SNDP യോഗം എന്ന ഈ മഹാപ്രസ്ഥാനം ഒരാളുടെ കൈപ്പിടിയിൽ ഒതുക്കിക്കൊണ്ട് അവരുടെ കുടുംബത്തിനും അദ്ദേഹത്തിൻ്റെ പാർശ്വവർത്തികളായ ചില ആളുകൾക്കും മാത്രം ഉപയുക്തമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയാണ് കഴിഞ്ഞ 30 വർഷമായിട്ട് SNDP യോഗത്തിനുള്ളത്. SNDP യോഗത്തിൻ്റെ കഴിഞ്ഞ 30 വർഷത്തെ വളർച്ച നമ്മൾ പരിശോധിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതര സമുദായ സംഘടനകളുമായിട്ട് തുലനം ചെയ്ത് നമ്മൾ നോക്കണം. കാരണം മറ്റ് ക്രിസ്തീയ സമുദായ സംഘടനകൾക്കും മുസ്ലിം സമുദായ സംഘടനകൾക്കും ഉണ്ടായിട്ടുള്ള പുരോഗതി വെച്ച് നോക്കുമ്പോൾ SNDP യോഗത്തിന് ഒന്നും നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് വേണം നമ്മൾ പറയേണ്ടത്. കാരണം കഴിഞ്ഞ 30 വർഷത്തിനിടയിൽ വെച്ച് SNDP യോഗത്തിന് ഒരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പോലും ഉണ്ടാക്കിയെടുക്കുവാൻ ഈ നേതൃത്വത്തിന് കഴിഞ്ഞില്ല. ഇനിയും ഈ 30 വർഷത്തിന് ശേഷവും നേരായ മാർഗത്തിലൂടെയാണ് അത് ചെയ്യാൻ വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിനെ എതിർക്കത്തില്ല. ഇന്നലെ വെള്ളാപ്പള്ളി നടേശൻ ചോദിക്കുന്നത് കേട്ട് ജനകീയ കോടതിയെ നേരിടുവാൻ ഇത്തരം ആളുകൾക്ക് മടിയാണ് എന്ന്. ജനകീയ കോടതിയെ നേരിടുവാൻ മടിയുള്ളത് ഞങ്ങൾക്കല്ല, വെള്ളാപ്പള്ളി നടേശനാണ്. ജനകീയ കോടതിയെ നേരിടാൻ വെള്ളാപ്പള്ളി നടേശന് തൻ്റെ ഇടമുണ്ടെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ടത് ഇവിടെ എല്ലാവർക്കും വോട്ടവകാശം, ഇവിടെ SNDP ആർട്ടിക്കിൾ 44 അനുസരിച്ച് പ്രാതിനിധ്യ വോട്ടവകാശത്തിലാണ് SNDP യോഗത്തിൻ്റെ ഇലക്ഷൻ നടന്നുകൊണ്ടിരുന്നത്. ഈ സമൂഹത്തിൽ എല്ലാവർക്കും അറിയാം, കുറച്ച് നാളുകൾക്ക് മുമ്പ് ആ ബഹുമാനപ്പെട്ട TR രവി അവരുടെ ബെഞ്ചിൽ ആ ആർട്ടിക്കിൾ 44 റദ്ദ് ചെയ്തുകൊണ്ട് എല്ലാവർക്കും വോട്ടവകാശം എന്ന മഹത്തായ ഒരു വിധി കൊണ്ടുവന്നു. അതാണ് ജനകീയ അടിത്തറ ഉള്ള ഒരു പ്രസ്ഥാനത്തിനുണ്ടായിരിക്കേണ്ട പ്രത്യേകത. അതിനെതിരെ വീണ്ടും ഹൈക്കോടതിയിൽ ഇപ്പം ഡിവിഷൻ ബെഞ്ച് പോയി എല്ലാവർക്കും വോട്ടവകാശം റദ്ദ് ചെയ്യിപ്പിച്ചു. എന്നിട്ട് ആർട്ടിക്കിൾ 44 നിലവിൽ വന്നിരിക്കുന്നു എന്നും പറഞ്ഞാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം 114ാമത് യോഗ വാർഷികം നടത്തുന്നതിന് വേണ്ടി നോട്ടിഫിക്കേഷൻ നടത്തിയിരിക്കുന്നത്. ആർട്ടിക്കിൾ 44 നിലവിൽ വന്നെന്ന് ഒരു കോടതിയും പറഞ്ഞിട്ടില്ല, തിരിച്ചു വന്നിട്ടുണ്ടെന്ന്. പക്ഷേ അതിനകത്ത് ഇന്നർ മീനിങ് എല്ലാവർക്കും വോട്ടവകാശം എന്നുള്ളത് ക്യാൻസൽ ചെയ്തപ്പോൾ ആർട്ടിക്കിൾ 44 നിലവിൽ വന്നെന്ന് വേണമെങ്കിൽ നമുക്ക്, കാരണം പഴയത് ആർട്ടിക്കിൾ 44 നിബന്ധന ആയിരുന്നതുകൊണ്ട്
അങ്ങനെ അനുമാനിക്കാമെന്നുള്ളതേ അത്രേ ഉള്ളൂ. ഉള്ളൂ. ഇന്നലെ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ പോലെ ആർട്ടിക്കിൾ 44 തിരിച്ചു വന്നു എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ഈ നോട്ടിഫിക്കേഷനിലും അത് പറയുന്നു. അത് തെറ്റായ വ്യാഖ്യാനമാണ്. അതെ. ഈ 114ാമത് യോഗവാർഷിക 2021 നടന്നിരിക്കുന്നത്. 2021 നടന്നിട്ട് അന്ന് നോമിനേഷൻ കൊടുത്ത വ്യക്തിയാണ് ഞാൻ. ഞങ്ങളുടെ നോമിനേഷൻ സാധുവായി 100ഓളം ആളുകളാണ് അന്ന് ഈ SNDP യോഗത്തിൽ 2021 ഇലക്ഷന് നോമിനേഷൻ സമർപ്പിച്ചത്. ആ 100ഓളം ആളുകളിൽ നിന്നും വെറും 8 പേര് മാത്രമാണ് അവശേഷിച്ചത്. ബാക്കി വരുന്ന 90-ൽ പരം ആളുകളെ അവർക്ക് ഡിൻ നമ്പർ രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ള പ്രധാന കാരണം പറഞ്ഞുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ അവരുടെ എല്ലാം നോമിനേഷൻ തള്ളിക്കളയുകയാണ് ഉണ്ടായത്. അപ്പൊ ആ അത്രയും ആളുകളുടെ നോമിനേഷൻ തള്ളിക്കളഞ്ഞ കാരണം ഡിൻ നമ്പർ ഇല്ല എന്നുള്ളതാണ്. ശരിയാണ്. ഒരു കമ്പനി ആക്ടിലാണ് ഈ പറയുന്ന പ്രസ്ഥാനം പ്രവർത്തിക്കുന്നത്. ആ കമ്പനി ആക്ട് നമുക്കറിയാം. കമ്പനി ആക്ടിൽ കമ്പനിയിൽ ഡയറക്ടറായി വരണമെങ്കിൽ ഡയറക്ടർ ഐഡന്റിഫിക്കേഷൻ നമ്പർ ആവശ്യമാണ്. അത് യഥാർത്ഥത്തിൽ ഈ ഇലക്ഷൻ തുടങ്ങുമ്പോൾ ആവശ്യമില്ല. അതിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞ് വേണമെങ്കിലും ഡിൻ നമ്പർ എടുത്താൽ മതി ഡയറക്ടർ ആകുമ്പോഴത്തേക്ക്. പക്ഷെ അതിനെ എല്ലാം മാറ്റി ഡിൻ നമ്പർ ഉള്ളവർ മത്സരിക്കണം. അങ്ങനെ വരുമ്പോൾ ആരും വരത്തില്ല. അവർക്ക് മാത്രം നോമിനേഷൻ കൊടുക്കാം. ആ ഒരു മറവിൽ ഡിൻ നമ്പർ ആദ്യം ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടിഫിക്കേഷൻ കൊടുത്തു. ആ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ 4 പേരുടെ നോമിനേഷൻ കൃത്യമായിട്ട് ഞങ്ങൾ അന്ന് അവിടെ സമർപ്പിച്ചത് പാനൽ പോലെ തന്നെയാണ് കൊടുത്തത്. 4 പേര് ഡിൻ നമ്പർ ഉള്ളവരെ സെലക്ട് ചെയ്ത് അതൊരു പിന്നെ പാനലാക്കി മാറുകയാണ്. അപ്പം എല്ലാവരും ഇൻഡിവിജ്വൽ നോമിനേഷനാണ് കൊടുക്കുന്നത്. അപ്പം വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള 3 പേരുടെ 4 സീറ്റാണ് ഇതിനകത്തുള്ളത്. അതായത് ജനറൽ സെക്രട്ടറി, പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ദേവസ്വം സെക്രട്ടറി, ഇങ്ങനെ 4 പോസ്റ്റിലേക്കാണ് ഈ നോമിനേഷൻ ക്ഷണിച്ചിട്ടുള്ളത്. ആ 4 പോസ്റ്റിൽ അവർ 4 നോമിനേഷനേ കൊടുത്തുള്ളൂ. ബാക്കി പുറത്തു നിന്നുള്ളവരാണ് ഈ 100ഓളം നോമിനേഷൻ കൊണ്ടുവന്നത്. അതായത് വെള്ളാപ്പള്ളി നടേശനെതിരെ അത്രത്തോളം എതിർപ്പുണ്ട് എന്നുള്ള തെളിവാണ്. അപ്പൊ ആ 100ഓളം വന്നപ്പം അങ്ങനെ വരുന്നവരെ ഈ ഇലക്ഷനിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി കണ്ടെത്തിയ കുതന്ത്രമാണ് ഈ ഡിൻ നമ്പർ വെക്കണമെന്നുള്ളത്. അല്ലെങ്കിൽ ഇലക്ഷൻ പ്രഖ്യാപിക്കുമ്പോൾ ഡിന്നിന്റെ ഒന്നും ആവശ്യമില്ല. അപ്പൊ ആ ഡിൻ നമ്പർ വെക്കണമെന്ന് പറഞ്ഞ് ഡിൻ വെപ്പിച്ചു. അപ്പം ഞങ്ങൾ ഇതിന്റെ അപകടം നേരത്തെ മനസ്സിലാക്കി എനിക്കൊപ്പം 3 പേരെയും കൂടെ ഡിന്നുള്ള ആളുകളെ കൊടുത്തു. അവസാന ഇലക്ഷനായ 1-2 പേരൂടെ ഉണ്ടായിരുന്നു. ഇലക്ഷൻ ആയപ്പോൾ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാൻ സമയമായപ്പോൾ ബാക്കിയുള്ളവരെല്ലാം പിൻവലിച്ചു മാറി 2 പാനലായിട്ട് മാറി. ആ 2 പാനലായി മാറി നോമിനേഷൻ കൊടുത്തതിന് ശേഷമാണ് ഞങ്ങൾ ഇത് പരിശോധിക്കണമെന്ന് വിചാരിച്ച്. നമ്മുടെ ഡിന്നില്ലാത്തവരുടെ എല്ലാം തള്ളിക്കളഞ്ഞല്ലോ. അപ്പൊ ഈ ഇപ്പുറത്ത് നിൽക്കുന്നവർക്ക് ഡിൻ നമ്പർ ഉണ്ടോ എന്ന് ഞങ്ങൾ പരിശോധിക്കാൻ ചെന്നപ്പോൾ അത് പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശൻ ഡീആക്ടിവേറ്റഡ് ആണ് ഈ നോമിനേഷൻ കൊടുക്കുന്ന സമയത്ത്. അതുമാത്രമല്ല, ഇവർക്കെല്ലാം 2 ഡിന്നുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ അവർക്കും തുഷാർ വെള്ളാപ്പള്ളിക്കും 2 ഡിന്ന് വീതമുണ്ട്. പ്രസിഡന്റ് സോമൻ അവർക്ക് ഡിന്നേ ഇല്ല. ദേവസ്വം സെക്രട്ടറിക്ക് ഡിന്നുണ്ട്. അങ്ങനെ ഡിന്നില്ലാത്ത കാരണം കൊണ്ട് യഥാർത്ഥത്തിൽ ഇവരുടെ നോമിനേഷൻ അവിടെ അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല. അന്നിരുന്ന റിട്ടേണിംഗ് ഓഫീസർ BG ഹരീന്ദ്രനാഥ്, അദ്ദേഹം ഇവരുടെ നോമിനേഷൻ അത് അവരുടെ ബിനാമിയാണ്. ആ ബിനാമിയെ വെച്ചാണ് ഈ ഇലക്ഷൻ നടത്തുന്നത്, റിട്ടേണിംഗ് ഓഫീസർ ആക്കി വെക്കുന്നത്. അപ്പൊ അദ്ദേഹം ഈ നോമിനേഷനുകൾ ഇല്ലീഗലായി അക്സെപ്റ്റ് ചെയ്തു. അവിടെ മുതൽ തന്നെ അന്ന് ഞങ്ങൾ ഇതിനെതിരെ യോഗം കൗൺസിലിന് പരാതി കൊടുത്ത ആദ്യം. അതിനുശേഷം യോഗം കൗൺസില് അറിയാമല്ലോ ആരാ യോഗം കൗൺസിൽ എന്ന്. വെള്ളാപ്പള്ളി നടേശന്റെ ആജ്ഞാനുവർത്തികളായിട്ടിരിക്കുന്ന യോഗം കൗൺസിൽ എന്ത് ചെയ്ത്, നിങ്ങൾ പറയുന്നത് ശരിയല്ല
ഇവർക്ക് ഡിൻ ഉണ്ടെന്ന് പറഞ്ഞ് വെറുതെ അതങ്ങ് തള്ളിക്കളഞ്ഞു. പക്ഷേ അവർക്ക് ഡിന്നില്ലായിരുന്നു. ഞങ്ങൾ അതിനുശേഷം റിട്ടേണിംഗ് ഓഫീസർക്ക് പരാതി കൊടുത്തു. റിട്ടേണിംഗ് ഓഫീസറും ഇത് തന്നെ ചെയ്തപ്പോൾ ഞങ്ങൾ റിട്ടേണിംഗ് ഓഫീസറെ പ്രതി ചേർത്ത് കൊല്ലം മുനിസിപ്പൽ കോർട്ടിൽ കേസ് ഫയൽ ചെയ്തു. ആ കേസ് കേട്ടത് SNDP യോഗത്തിൻ്റെ ഒരു യൂണിയന്റെ ഡയറക്ട് ബോർഡ് മെമ്പറുടെ മകളാണ് കേസ് കേട്ടത്. ഞങ്ങൾ ആ കേസ് ഇവിടെ ഇനി കേട്ടാൽ ഞങ്ങൾക്ക് നീതി ലഭിക്കില്ല എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്തിട്ട് ആ കേസ് ഞങ്ങൾ കരുനാഗപ്പള്ളി മുനിസിപ്പൽ കോർട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യിച്ചിരിക്കുകയാണ്. അപ്പൊ ആ കേസ് ഇപ്പോഴും കരുനാഗപ്പള്ളി മുനിസിപ്പൽ കോർട്ടിൽ നിലനിൽക്കുകയാണ്. കൂടാതെ ഇവർ അന്ന് ആ 2021 ഇവർ ഞങ്ങൾക്കെതിരായിട്ട് കൊല്ലം മുനിസിപ്പൽ വിധി പ്രഖ്യാപിച്ചപ്പോൾ ഞങ്ങൾ അതിനെതിരെ ഇവർക്ക് വേറൊരു ഡിസ്ക്വാളിഫിക്കേഷൻ കൂടെ ഉണ്ട്. ഇവര് ഡിൻ നമ്പർ ഇല്ല എന്നുള്ളത് മാത്രമല്ല, SNDP യോഗം ഒരു കമ്പനിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. നോൺ ട്രേഡിംഗ് കമ്പനി അല്ലെങ്കിൽ കമ്പനി 2013 കമ്പനി ആക്ട് അനുസരിച്ച് SNDP യോഗം കമ്പനി ആക്ടിലേക്ക് വന്നിരിക്കുന്നതാണ്. ഇത് തർക്കത്തിൽ നിൽക്കുവാണ് ഇപ്പോഴും. ഇത് കേരള ഗവൺമെന്റ് അണ്ടറിലുള്ള നോൺ ട്രേഡിംഗ് കമ്പനിയാണോ കമ്പനി ആക്ട് അനുസരിച്ചാണോ എന്നുള്ളതിന് സ്ഥിരീകരണമില്ലാതെ നിൽക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഇത് തുടർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഈ കൊല്ലം കോടതിയിൽ ഇവർക്ക് അനുകൂലമായിട്ട് ഇവരുടെ ആ കമ്പനി ആക്ടിൽ ഇതനുസരിച്ച് ഇവർക്ക് ഡിസ്ക്വാളിഫിക്കേഷൻ, ഞാൻ ഒരു ഡിന്നില്ല എന്നുള്ള ഒരു ഡിസ്ക്വാളിഫിക്കേഷൻ പറഞ്ഞു. 2 ഡിൻ ഉണ്ടെന്നുള്ളതിനകത്ത് ഒരു പ്രശ്നമുണ്ട്. 2 ഡിൻ എന്ന് പറയുന്നത് ഈ ഡിന്ന് ഇല്ല എന്നുള്ളതിനേക്കാൾ ഉപരി 2 ഡിൻ ഒരാൾ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ ഒരാൾ 2 പാൻ കാർഡ് ഉപയോഗിക്കുക, ഇല്ലീഗലാണ്. 2 പാസ്പോർട്ട് ഉപയോഗിക്കുക, അത് ക്രിമിനൽ ഒഫൻസ് ആണ്. അപ്പം 2 പാസ്പോർട്ടോ 2 പാൻ കാർഡോ ഉപയോഗിക്കുന്ന ആൾ എന്തിനായിരിക്കും ഉപയോഗിക്കുന്നതെന്ന് നമുക്കറിയാമല്ലോ. അതേപോലെയാണ് 2 ഡിൻ നമ്പർ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാലും ഇതിൻ്റെ എല്ലാം പിന്നിൽ ഒരുപാട് ദുരൂഹതകളുള്ളതാണ്. അപ്പൊ അത് ഒരു ക്രിമിനൽ പ്രൊസീജിയറിലൂടെ അന്വേഷിക്കപ്പെടേണ്ട കാര്യങ്ങളാണ്. അത്തരത്തിൽ ഇല്ലീഗലായിട്ട് എല്ലാ കാര്യങ്ങളും നടത്തുന്ന ഇവര് ഇത് ഡിസ്ക്വാളിഫൈഡ് ആണെന്ന് തെളിയിക്കാൻ ആ ഡിൻ നമ്പർ അതിനകത്ത് കറക്റ്റായിട്ടുള്ള ഡിൻ നമ്പർ ഇല്ല എന്നുള്ളത് മതി. അത് ഞങ്ങൾ അവിടെ ചൂണ്ടിക്കാണിച്ച കാര്യമാണ്. അതിനുശേഷം ഈ കമ്പനി തന്നെ ഇത്രയും കാലം ഭരിച്ച് ഡിസ്ക്വാളിഫിക്കേഷന് കൊണ്ടുവന്നിരിക്കുകയാണ്. SNDP യോഗത്തിലെ ഏതാണ്ട് 35 ലക്ഷത്തോളം വരുന്ന ഷെയർ ഹോൾഡേഴ്സിന് അറിയാത്ത, അതിൽ ഏതാനും ആളുകൾക്ക് മാത്രമേ ഇതിനെക്കുറിച്ചൊക്കെ അറിയത്തുള്ളൂ. 35 ലക്ഷത്തോളം ആളുകളുള്ള ഷെയർ ഹോൾഡേഴ്സ് ഉള്ള കമ്പനിയാണ്. ഈ കമ്പനിയിലെ ഷെയർ ഹോൾഡേഴ്സിനൊന്നും ഇതൊന്നും അറിയത്തില്ല. ഈ കമ്പനി ഇത്രയും കാലം ഭരിച്ച് ഇത് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഡിസ്ക്വാളിഫൈഡ് കമ്പനിയാണ്. കാരണം ഇത് കമ്പനി ആക്ട് അനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ ഒരു കമ്പനി 3 വർഷം കണ്ടിന്യൂ ആയിട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റും ആനുവൽ റിട്ടേണും സമർപ്പിച്ചിട്ടില്ലെങ്കിൽ ആ കമ്പനി ഓട്ടോമാറ്റിക്കലി ഡിസ്ക്വാളിഫൈഡ് ആവും. ആ കമ്പനിയിലെ ഡയറക്ടർമാരും ഓട്ടോമാറ്റിക്കലി ഡിസ്ക്വാളിഫൈഡ് ആണ്. ഇത് ഹൈക്കോടതി ജഗൻ സാറിന്റെ ബെഞ്ചിൽ അത് അപ്പൊ അദ്ദേഹത്തിന്റെ ബെഞ്ചിൽ ഈ കാര്യം ഒരു കേസ് എടുത്തപ്പോൾ അതിനകത്ത് സൂചിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അത് കമ്പനി ആക്ട് 164(2)B ഇത് കറക്റ്റായിട്ട് പറയുന്നുണ്ട്. 3 വർഷം വാർഷിക റിട്ടേൺ സമർപ്പിച്ചിട്ടില്ലെങ്കിൽ അതിലെ ഡയറക്ടർമാർ ഓട്ടോമാറ്റിക്കലി ഡിസ്ക്വാളിഫൈഡ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതും ഞങ്ങൾ അവിടെ ചൂണ്ടിക്കാണിച്ച്. പക്ഷേ ഇവരുടെ സ്വാധീനം ഉപയോഗിച്ച് അവിടെ എല്ലാം അത് അട്ടിമറിച്ച് ഈ കേസ് നീട്ടിയൊപ്പിച്ച് ഇപ്പൊ 5 വർഷം പോയി. ഈ ഡിസ്ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ 2021 ഈ കസേരയിൽ നിന്ന് ഞങ്ങളുടെ ഇലക്ഷൻ കഴിഞ്ഞ് അന്ന് ഇറങ്ങേണ്ടതാണ്. ഇവിടുത്തെ നിയമവ്യവസ്ഥ ഈ കറക്റ്റായിട്ട് നടപ്പാക്കി കഴിഞ്ഞാൽ 2021 ഇവർ പുറത്തു പോകേണ്ടതാണ്. ഈ 2026 വരെ
ആ നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഇവരെ കസേരയിൽ തുടരുകയാണ്. എന്നിട്ടാണ് അവർ 2022 ഈ ഇല്ലീഗൽ നോട്ടിഫിക്കേഷൻ ഇറക്കിയത്. അതിനെ ഞങ്ങൾ ചലഞ്ച് ചെയ്തു. അന്ന് ചലഞ്ച് ചെയ്ത് ഞങ്ങൾ ആ ഇലക്ഷൻ റദ്ദ് ചെയ്യിപ്പിച്ചു. അപ്പോഴാണ് ഇപ്പൊ ഈ 2026 ഈ നോട്ടിഫിക്കേഷനുമായിട്ട് വന്നിരിക്കുന്നത്. അത് അതിൽ വിചിത്രമായിട്ടുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത്. ഒരു സാധാരണ SNDP യോഗം ബയല അനുസരിച്ച് ഈ 10-35 ലക്ഷം ഷെയർ ഹോൾഡേഴ്സ് ഉള്ള ഒരു കമ്പനി എലക്ഷൻ നടത്തണമെങ്കിൽ എലക്ഷൻ പ്രൊസീജിയർ ഉണ്ട്. ഈ എലക്ഷൻ പ്രൊസീജിയർ മൊത്തം ലംഘിച്ചുകൊണ്ടാണ് ഈ നോട്ടിഫിക്കേഷൻ ഇറക്കിയിരിക്കുന്നത്. ഇപ്പൊ ഈ നോട്ടിഫിക്കേഷൻ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും 114ാമത് വാർഷിക പൊതുയോഗം, ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ്. ഈ 114ാമത് വാർഷിക പൊതുയോഗവും ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും 2021 നടന്നതാണ്. പക്ഷെ അന്ന് നടന്നില്ല. അന്ന് നോട്ടിഫിക്കേഷൻ ഇതുപോലെ വന്നതാണ്. അതിലാണ് ഈ നോമിനേഷൻ സ്വീകരിച്ച് അന്ന് നോമിനേഷൻ കഴിഞ്ഞ് പോളിംഗ് മാത്രമേ ബാലൻസ് നിൽപ്പുള്ളൂ. നോമിനേഷൻ അക്സെപ്റ്റ് ചെയ്ത് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചതുവരെയുള്ള എല്ലാ നടപടികളും പൂർത്തിയായി. എന്നിട്ട് അതിൽ വിചിത്രമായിട്ടുള്ള ഒരു കാര്യം, അവർ ഡിസ്ക്വാളിഫൈഡ് ആണെന്ന് ഞങ്ങൾ കോടതിയിൽ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർക്ക് അപകടം മനസ്സിലായി. ഈ ഇലക്ഷനുമായിട്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ അവർ ഡിസ്ക്വാളിഫൈഡ് ആണ്, അവർക്ക് കയറാൻ പറ്റത്തില്ല, ക്വാളിഫൈഡ് ആയിട്ടുള്ളവർ അധികാരത്തിൽ വരും. അതെ, മൊത്തത്തിൽ അട്ടിമറിച്ചു. അതിന് റിട്ടേണിംഗ് ഓഫീസറെ രാജിവെപ്പിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, റിട്ടേണിംഗ് ഓഫീസർ അവരുടെ ബിനാമിയാണ്. ആ റിട്ടേണിംഗ് ഓഫീസറെ രാജിവെപ്പിച്ചാണ് വെള്ളാപ്പള്ളി നടേശൻ തന്നെ കൗൺസിൽ കൂടി എന്ന് പറഞ്ഞിട്ട് ഒരു തീരുമാനം ഉണ്ടാക്കി അടുത്ത ദിവസം പത്രത്തിൽ അങ്ങ് കൊടുത്തു. കേരള കൗമുദി ഉണ്ടല്ലോ, എന്ത് വേണേലും കൊടുത്താൽ മതി, ശരിയാണോ തെറ്റാണെന്ന് നോക്കത്തില്ല, വെള്ളാപ്പള്ളി നടേശൻ എഴുതി കൊടുക്കുന്ന സാധനം ഇടുകയാണ് പതിവ്. അപ്പൊ അതിനകത്തൂടെ പ്രഖ്യാപിച്ച് എന്തുവാ, ഈ ഇലക്ഷൻ ഞങ്ങൾ ക്യാൻസൽ ചെയ്തിരിക്കുന്നു. അതും നിയമത്തിനോടുള്ള ഒരു വെല്ലുവിളിയാണ്. കാരണം എന്താന്ന് വെച്ചാൽ ഈ ഇലക്ഷൻ കേസ് കോടതിയിൽ നിലനിൽക്കെ കോടതി ഒരു തീരുമാനവും പറയാതെ, അവര് ഡിസ്ക്വാളിഫൈഡ് ആണോ അല്ലയോ എന്ന് പറയാൻ വേണ്ടി കോടതിയിൽ വെച്ചിരിക്കുന്ന കേസ് ഒരു തീരുമാനവും പറയാതെ ഇവർക്ക് എന്ത് അധികാരമാണ് ഈ ഇലക്ഷൻ റദ്ദ് ചെയ്തെന്ന് പറയാൻ? ഈ ഇലക്ഷൻ ക്യാൻസൽ ചെയ്തെന്ന് ഇവരെങ്ങനെ പറയും? കോടതി ലക്ഷ്യത്തിലേക്ക് അങ്ങനെയാണെങ്കിൽ കോടതി കേസുകളുണ്ട്. കോടതിയിൽ ലൈവായിട്ട് നിൽക്കുന്ന ഒരു കേസിന്റെ പുറത്ത് ഇത്തരത്തിൽ പറയുക എന്ന് പറഞ്ഞാൽ കോടതി അലക്ഷ്യമൊന്നും ഒരു കാര്യമാക്കുന്നില്ല. കോടതിയെയും ധിക്കരിക്കാം. ഞങ്ങളെ ചോദ്യം ചെയ്യപ്പെടാൻ ആരുമില്ല. അതാരെ കാണിച്ചുകൊണ്ടായി ചെയ്യുന്നേ? ഈ 1 കോടിയിൽ പുറത്തു വരുന്ന ശ്രീനാരായണീയരുടെ പേരിലുള്ള അവകാശങ്ങൾ പറഞ്ഞ് അതിന്റെ അവകാശം പറ്റിക്കൊണ്ട് ശ്രീനാരായണീയരെ തന്നെ ബ്ലെയിം ചെയ്യും. അപ്പൊ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 30 വർഷമായിട്ട് ഇവർ നടത്തുന്നത്. ഇപ്പൊ അതിന്റെ എലക്ഷനുമായിട്ടാണ് ഈ 114ാമത് യോഗ വാർഷികം നടത്താൻ തന്നെ വന്നപ്പോൾ അതിനെ തടയേണ്ട ബാധ്യത നമുക്ക് തന്നെ അല്ലേ? ഞങ്ങളുടെ കേസ് ഇവിടെ കിടക്കുമല്ലേ? അപ്പൊ തീർച്ചയായിട്ടും അത് തടഞ്ഞേ മതിയാവും. അല്ലെങ്കിൽ ഈ ശ്രീനാരായണീയരോട് നമ്മളും കൂടെ ചെയ്യുന്ന ഒരു അനീതിയായിപ്പോ. കാരണം ഇതിനെതിരെ പ്രതികരിച്ചില്ലെങ്കിൽ ആരുമില്ലാത്ത അവസ്ഥ വരും. അതെ, ഒന്നാലോചിച്ച് കഴിഞ്ഞാൽ വെള്ളാപ്പള്ളി നടേശൻ സമുദായ നേതാവ് എന്ന് പറഞ്ഞ് അഹങ്കരിച്ച് നടക്കുക മാത്രമാണ്. അല്ലാതെ സമുദായത്തിന് അദ്ദേഹത്തെ കൊണ്ട് എന്തെങ്കിലും നേട്ടം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് മറുപടി ഇല്ല എന്ന് തന്നെയാണ്. അപ്പം അങ്ങനെ സമുദായത്തിന് നേട്ടമില്ലാത്ത കാര്യമാണല്ലോ ഞാൻ അതിനെക്കുറിച്ച് നമ്മൾ സ്ഥിരം ഇങ്ങനെ എല്ലാവരും പറയുന്നതായതുകൊണ്ട് ഞാൻ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ. സമുദായത്തിന് എന്ത് നേട്ടം ഉണ്ടായ 30 വർഷമായിട്ട്? സമുദായത്തെ കുറെ കൊള്ളയടിച്ചു എന്ന് പറയാം. വെള്ളാപ്പള്ളി നടേശൻ വളർന്ന് വടുവൃക്ഷമായി. എന്തുകൊണ്ട്? SNDP യോഗത്തിന്റെ സ്വത്ത് കൊള്ളയടിച്ചിട്ട്. അല്ലാതെ സമുദായം എവിടെ വളർന്നു? എന്ത് വളർച്ചയാണ് എടുത്തു കാണിക്കാനുള്ളത്? ഈ സമൂഹത്തില് 30 വർഷത്തിനു മുമ്പുള്ള ഈ കേരളത്തിന്റെ അവസ്ഥ തന്നെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 30 വർഷത്തിന് മുമ്പുള്ള അവസ്ഥയാണോ? അല്ല. നമുക്കറിയാം 30 വർഷത്തിന് മുമ്പ് കേരളത്തിന്റെ സാമൂഹിക പശ്ചാത്തലം എന്തായിരുന്നു നമുക്കറിയാം. ഇന്ന് അതല്ല. അതിൻ്റെ 100 ഇരട്ടി വികസനം അല്ലെങ്കിൽ വളർച്ച ഈ സമൂഹത്തിനുണ്ടായിട്ടുണ്ട്. അത് വെച്ച് നോക്കിയാൽ ശ്രീനാരായണീയർക്ക് എന്ത് വളർച്ചയാണ് ഉണ്ടായത്? ശരിയാണ്.
ശ്രീനാരായണീയർക്ക് വേണ്ടി എന്തെങ്കിലും അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് ഒരു പേര് പറയത്തക്ക രീതിയിൽ ഞങ്ങൾ SNDP യോഗം ഈ കഴിഞ്ഞ 30 വർഷത്തിനകത്ത് വെച്ച് ഇന്ന അവകാശം ശ്രീനാരായണീയർക്ക് സംരക്ഷിച്ചു. നമുക്കിവിടെ പറയാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഈഴവ മെമ്മോറിയൽ, ക്ഷേത്രപ്രവേശന വിളംബരങ്ങൾ, അങ്ങനെ നവോത്ഥാനത്തിന്റെ ഒത്തിരി നേട്ടങ്ങൾ ഈ സമൂഹത്തിനും ഈഴവർക്കും എല്ലാം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഈ 30 വർഷത്തിനകത്ത് എടുത്തു പറയാവുന്ന ഒരു പദ്ധതി വെള്ളാപ്പള്ളി നടേശന്റെ നേതൃത്വത്തിൽ നടത്തി എന്ന് പറയട്ടെ, നമ്മൾ ഇതിൽ നിന്നെല്ലാം പിന്മാറും. അദ്ദേഹം പറഞ്ഞ ജനകീയ കോടതിയിൽ വാ, അല്ലെങ്കിൽ ജനകീയ കോടതിയിൽ നിങ്ങൾ നേരിടാൻ തയ്യാറാണോ എന്ന് ചോദിച്ചാൽ, ജനകീയ കോടതി എന്ന് പറയുന്നത് എന്താണ്? ജനങ്ങളുടെ അവകാശം രേഖപ്പെടുത്തുന്നതാണ്, അവർക്ക് അവകാശം പറയാനുള്ള സ്ഥലമാണ്. SNDP യോഗത്തിൽ എവിടെയാണ് ജനകീയ കോടതി? എവിടെയാണ് ജനകീയ അവകാശം പറയാൻ? അല്ലെങ്കിൽ SNDP യോഗത്തിലെ ഷെയർ ഹോൾഡേഴ്സിന് അല്ലെങ്കിൽ ശ്രീനാരായണീയർക്ക് അവരുടെ അവകാശങ്ങളോ അവരുടെ സ്വാതന്ത്ര്യമോ അനുവദിച്ചിരിക്കുന്ന ഏത് ഭാഗത്താണ്? അതാണ് നമുക്കറിയാം. ഒരു ജനാധിപത്യപരമായിട്ട് പോലും അല്ല അതിനകത്ത് പല കാര്യങ്ങളും നടന്നു പോകുന്നത്. ഒരു ജനാധിപത്യവും ഇല്ല. എന്ത് ജനാധിപത്യം SNDP യോഗത്തിൽ? SNDP യോഗത്തിൽ ഒറ്റയാൾ പട്ടാളം, അതനുസരിക്കുന്ന അതിൻ്റെ കുറെ ഏറാൻമൂളികളല്ലാതെ SNDP യോഗത്തിൽ ഒരു തീരുമാനമെടുക്കുന്നത് ഒരു ബോർഡ് കൂടി എന്തെങ്കിലും ഒരു നല്ല തീരുമാനം എടുത്തായിട്ട് ബോർഡിന് ചെല്ലുന്നവർക്ക് ഭക്ഷണം കഴിക്കാൻ പാം, അവിടെ പറയുന്ന കാര്യം കേട്ടിട്ട് പോകും, അത്രയേ ഉള്ളൂ. ഇപ്പൊ കൊല്ലത്തുനിന്ന് കണിച്ചുകുളങ്ങരയിലേക്ക് പോയി അവിടെ ഇരുന്നുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ ഇവർക്ക് കേൾക്കാം, അവിടെ നിന്ന് പോകാം. ഇപ്പൊ സാർ മറ്റൊരു കാര്യം കൂടി, ഇപ്പൊ ഹൈക്കോടതിയിൽ നിന്ന് പിൻവലിച്ചുകൊണ്ട് ഓടേണ്ട ഒരു ഗതി, നോട്ടിഫിക്കേഷൻ വരെ പിൻവലിച്ചു, വലിയ കൊട്ടിഘോഷിച്ചുകൊണ്ട് ഈ പറയുന്ന പോലെ. ഇന്നലെയും നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, അതെ, അദ്ദേഹം പിന്നെ ചാനലുകളുടെ മുമ്പിൽ നിന്നുകൊണ്ട് പറഞ്ഞു നാളെ ഇലക്ഷൻ നടക്കും. അതെ, ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. അപ്പൊ ഇന്ന് അവിടെ പിന്നെ ഇത് ചെയ്യാ നോമിനേഷൻ കൊടുക്കാൻ ആളുകൾ ചെന്നിട്ടുണ്ട്. ഇപ്പൊ നീ പറയുന്ന ഈ ദിവസം 25-ാം തീയതി ഇന്ന് 3 മണി വരെ അവിടെ ആളുണ്ടായിരുന്നു. റിട്ടേണിംഗ് ഓഫീസറെ അവർ വിളിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. പൊതുവൊരു തീരുമാനമല്ല സാർ, ഇപ്പൊ നോട്ടിഫിക്കേഷൻ ഇഷ്യൂ ചെയ്ത് 15 ദിവസത്തിന് ശേഷം മാത്രമല്ലേ നോട്ടിഫിക്കേഷന്റെ ഡേറ്റ്, അല്ല ഈ നോമിനേഷൻ സമർപ്പിക്കേണ്ട ഡേറ്റ് വരാൻ പാടുള്ളൂ. അങ്ങനെ ഒരു 14 ദിവസം കഴിയണം. ഇവിടെ 5 ദിവസമാണ് കൊടുത്തേ. കേരളത്തിലെന്നല്ല, ഇന്ത്യയിലല്ല, ഇന്റർനാഷണൽ ലെവലിൽ കിടക്കുന്ന ആളുകൾ വന്ന് വേണോ ഇതിനകത്ത് പങ്കെടുക്കാൻ. അതെ, 5 ദിവസം നോട്ടിഫിക്കേഷൻ നടത്തിയിട്ട് 5 ദിവസത്തേക്ക് നോമിനേഷൻ മേടിക്കുന്ന പ്രക്രിയ അവസാനിച്ചു എന്ന് പറയുമ്പോൾ അതിനകത്തെ ഇല്ലീഗാലിറ്റി നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇത് എന്തിനാണ്? 5 ദിവസം കൊണ്ട് പ്രിപ്പയർ ചെയ്യാനുള്ള സമയം. ഇന്നലെ സ്റ്റേ ആയി. അതെ, മെനഞ്ഞാന്ന് വൈകിട്ട് തിങ്കളാഴ്ച സ്റ്റേ വീണു. ഇന്നലെ രാവിലത്തെ പത്രത്തിൽ വന്നു നോമിനേഷൻ സ്വീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് പത്രത്തിൽ വന്നു. ഇന്ന് ഹൈക്കോടതിയിൽ ഒരുപാട് സീനിയേഴ്സിനെ കൊണ്ടുവച്ചിട്ട് 10ഓളം സീനിയേഴ്സ് 3 മണിക്ക് പിന്നെ ഓർഡർ മേടിച്ച് നോമിനേഷൻ സ്വീകരിക്കാൻ നോക്കിയ ആളുകളാണ്. അതെ, അവിടുന്നാണ് എല്ലാം കൂടെ. അപ്പൊ ഈ ബാക്കിയുള്ള ആളുകൾ എങ്ങനെ ഈ നോമിനേഷൻ കൊടുക്കും? അങ്ങനെ വന്നാൽ എന്ത് ജനകീയതയാണ് പറയുന്നത്? എന്ത് ജനാധിപത്യമാണ് പറയുന്നത്? നോമിനേഷൻ സ്വീകരിക്കാൻ പാടില്ല എന്ന് മുനിസിപ്പൽ കോർട്ടിന്റെ ഓർഡർ കിടക്കുന്നു. ആ ഓർഡറിന് രണ്ടാമത്തെ ദിവസം പിന്നെ അപ്പീലും പോകുന്നു. ഇതാണ് ഇപ്പൊ വെള്ളാപ്പള്ളി ചെയ്തത്. ഇന്ന് അവിടുന്ന് ഓർഡർ മേടിച്ചോണ്ട് വന്ന് അവരുടെ നോമിനേഷൻ കൊടുത്തേച്ച് ജയിച്ചെന്ന് പ്രഖ്യാപിക്കാനായിട്ടിരിക്കുവായിരുന്നു. അതിനാണ് ഇപ്പം സാറടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ഇതിലെ ശക്തമായി. നമ്മള് എന്ന് പറയുമ്പോ ഞാൻ നേരത്തെ തുടങ്ങിയപ്പോഴേ പറഞ്ഞല്ലോ, ഇത് സുതാര്യമാണ്, ആര് വരുന്നതിനും നമുക്ക് എതിർപ്പൊന്നുമില്ല. ഇവൻ വെള്ളാപ്പള്ളി ആയാലും ആരായാലും കൃത്യമായിട്ട് കാര്യം നടത്തുമെങ്കിൽ അവർക്ക് നമ്മുടെ ഒരു എതിർപ്പും ഉണ്ടാകത്തില്ല. നമ്മളിങ്ങനെ ആവശ്യമില്ലാത്തതിന് ഒന്നിനും പോത്തില്ല. ഇത് ആവശ്യമില്ലാത്തതാണെന്നല്ല, ഇത് ആവശ്യമുള്ളതിന് പോയിരിക്കുകയാണ്. വെള്ളാപ്പള്ളി നടേശനെ കൊണ്ട് പറ്റില്ല എന്ന് കഴിഞ്ഞ 30 വർഷമായിട്ട് നമ്മൾ മനസ്സിലാക്കി. അത് നമ്മൾ മനസ്സിലാക്കി, ഇനിയെങ്കിലും സ്വയം മനസ്സിലാക്കി പ്രവർത്തിക്കണമെന്ന് മാത്രമേ എനിക്കിതിനകത്ത് പറയാനുള്ളൂ. ഇതൊരു വ്യക്തിപരമായ ഇതൊന്നുമല്ല, ഇതൊരു സമൂഹത്തിന്റെ ആവശ്യമാണ്. ഗുരു സത്യമാണ്, ആ സത്യം ജയിക്കും, യാതൊരു തർക്കവും ഇല്ലാത്ത കാര്യമാണ്.
അപ്പൊ അതായത് ഏതറ്റം വരെയും പോകാൻ തയ്യാറായിട്ട് തന്നെയാണ് ശ്രീനാരായണ സഹോദര ധർമ്മവേദി എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം ഈ ഇരിക്കുന്നത്. കാര്യത്തിൽ ശ്രീനാരായണ സഹോദര ധർമ്മവേദി ഏതറ്റം വരെയും പോകും. ഈ ശ്രീനാരായണ സഹോദര ധർമ്മവേദിയുടെ നേതാക്കളായ വൈസ് ചെയർമാൻ ശ്രീ കണ്ടല്ലൂർ സുധീറും ഉം. സംഘടനാ സെക്രട്ടറി ശ്രീ രാധാകൃഷ്ണൻ എല്ലമ്പടത്തുമാണ് ഇതിനെതിരെ ഇപ്പോൾ അവിടെ വോയിസ് സമർപ്പിച്ചത്. സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പൊ ആ സൂട്ടിലാണ് ഇത് വന്നിരിക്കുന്നത്. നമുക്ക് നോമിനേഷൻ തടഞ്ഞുകൊണ്ട് സ്റ്റേ വന്നത്. അപ്പം നോമിനേഷൻ വന്ന് സ്റ്റേ ആയിക്കഴിഞ്ഞപ്പോൾ അവരത് പോയി ഹൈക്കോർട്ടിൽ പോയി അത് അഴിക്കാൻ നോക്കി. അതിനെതിരെ അപ്പീലുമായിട്ട് പോയിട്ട് അത് സ്റ്റേ ചെയ്യാൻ നോക്കി. പക്ഷെ അത് ഞാനിവിടെ പറയുന്നില്ല, ഞാൻ ഓൺലൈനിൽ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആദ്യം ചെന്ന ബെഞ്ച് ബഹുമാന്യനായ TR രവി സാറിൻ്റെ ബെഞ്ചിലാണ് ചെന്നത്. അദ്ദേഹം കടുത്ത വിമർശനമാണ് SNDP യോഗത്തിനെതിരെ ചെയ്തത്. ഞാനും കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ കോടതികൾക്ക് പോലും ആ കോടതി ആ കേസ് എടുക്കാൻ അവോയ്ഡ് ചെയ്തു. അതിന് വേറെ 1-2 റീസൺ കൂടെ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും അദ്ദേഹം അതിനെ നഖശാന്തം ഓൾറെഡി ഡിസ്ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരാണ് എന്ന് പോലും അദ്ദേഹം പറഞ്ഞു. അത് ഞാൻ അവിടെ കേസൊക്കെ ഇരിക്കുന്നുണ്ട്, അതിലോട്ടൊന്നും ഒരുപാട് ഈ ഡിസ്ക്വാളിഫിക്കേഷൻ കേസ് അദ്ദേഹത്തിന്റെ ബെഞ്ചിൽ തന്നെയുണ്ട്. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും അഭിപ്രായം പറയാൻ ഇപ്പം തയ്യാറല്ല. അപ്പൊ അതൊക്കെ കാലം തെളിയിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗുരു സത്യമാണെങ്കിൽ ആ സത്യം തെളിയും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ആ സത്യം എപ്പോഴും മുമ്പിൽ വരും. സത്യത്തെ മറച്ചു പിടിക്കുവാൻ അല്ലെങ്കിൽ സൂര്യനെ മറച്ചു പിടിക്കുവാൻ നമുക്ക് കഴിയത്തില്ല. ഒരുപക്ഷെ അങ്ങ് എടുക്കുന്ന ഒരു സമുദായത്തിന് വേണ്ടിയിട്ട് സമുദായത്തെ ഇതുവരെ നമുക്കറിയാം ഈ പറയുന്ന പോലെ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് നടക്കുന്നു. ഇപ്പം ശങ്കേഴ്സ് ഹോസ്പിറ്റലിൽ ലീസിന് കൊടുക്കുന്ന നടപടിക്രമങ്ങൾ, സുവർണ്ണ ജൂബിലി കെട്ടിടത്തിന്റെ ഫണ്ട് അടിച്ചു മാറ്റൽ, ഇങ്ങനെ തുടങ്ങി പിന്നെ നിരവധി അനവധി കാര്യങ്ങൾ. വെള്ളാപ്പള്ളി നടേശനെ കുറിച്ച് നമുക്ക് മാധ്യമപ്രവർത്തകർക്കെല്ലാം അറിയാവുന്ന കാര്യം തന്നെയാണ് ഇതെല്ലാം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരിടത്ത് ഞാൻ അജയ്യനാണ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ രാഷ്ട്രീയക്കാരെയും കൂട്ടുപിടിക്കുക എല്ലാവർക്കും വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ടല്ലോ സാർ. ഇപ്പം രാഷ്ട്രീയക്കാരെ സംബന്ധിച്ച് നമുക്കറിയാം, ഇപ്പം രാഷ്ട്രീയക്കാര് അവരുടെ നിലനിൽപ്പാണ് നോക്കുന്നത്. അവർക്ക് വേറെ ആരോടും കമ്മിറ്റ്മെന്റ് ഒന്നുമില്ല. അവരുടെ നിലനിൽപ്പിന് ആര് സഹായിക്കും അവരെ രാഷ്ട്രീയക്കാർ തിരിച്ചു സഹായിക്കും. അതിനകത്ത് ഇത്തരം പ്രശ്നങ്ങളൊന്നുമില്ല. ആർക്ക് അവർക്ക് സഹായമായിട്ട് നിൽക്കുന്നോ അവരുടെ സീറ്റ് ഉറപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. പക്ഷെ അതിനകത്ത് എനിക്കൊരു സംശയമുള്ളൂ സാറേ, ഒരു തെറ്റിദ്ധാരണയുടെ ഒരു എലമെന്റ് ഇല്ലേ അവിടെ? അതായത് ഇപ്പം പിണറായി വിജയൻ ആണെങ്കിലും ഒരു ഇടതുപക്ഷത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഇപ്പം വെള്ളാപ്പള്ളി നടേശൻ നിൽക്കുന്നത്. അത് വെള്ളാപ്പള്ളി നടേശൻ നമുക്ക് പിന്തുണ തരുന്ന സാഹചര്യത്തിൽ എല്ലാ ഈഴവരുടെയും വോട്ടുകൾ നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും എന്ന് പറയുന്ന ഒരു തെറ്റിദ്ധാരണ ഈ രാഷ്ട്രീയക്കാരുടെ മനസ്സിൽ ഇല്ലേ എന്നാണ് എൻ്റെ ഒരു സംശയം. രാഷ്ട്രീയക്കാർക്കൊക്കെ അതറിയാം. വെള്ളാപ്പള്ളി നടേശൻ പറയുന്നിടത്ത് വോട്ടൊന്നും വീഴത്തില്ല എന്ന് രാഷ്ട്രീയക്കാർക്ക് അറിയാം. പക്ഷെ രാഷ്ട്രീയക്കാർ നോക്കിക്കാണുന്നത് വേറൊരു വ്യൂവിലാണ്. SNDP യോഗം എന്നത് ഒരു മഹാപ്രസ്ഥാനമാണ്. SNDP യോഗത്തിൽ അംഗങ്ങളുടെ വികാരം ഒരു വലിയ ഇതാണ്. അവരുടെ വികാരം വ്രണപ്പെട്ട് കഴിഞ്ഞാൽ അത് അവർക്ക് തിരിച്ചടിയാവും. അതുകൊണ്ട് അവര് വെള്ളാപ്പള്ളി നടേശനെയോ മറ്റാരെയോ അല്ല നോക്കുന്നത്. അവർ ആ സമുദായത്തെയും ആ സമുദായത്തിന്റെ കസേരയുമാണ് നോക്കുന്നത്. SNDP യോഗം ജനറൽ സെക്രട്ടറി എന്ന് പറയുന്നത് അത് ആ സമുദായത്തിന്റെ ഒരംഗീകാരം ആണ്. ആ സമുദായത്തെ പ്രതിനിധീകരിക്കുന്ന കസേരയാണ്. അപ്പൊ ആ പ്രാതിനിധ്യത്തെയാണ് അവര് നോക്കിക്കാണുന്നത്. SNDP യോഗം എന്ന് പറയുമ്പോൾ വേറെ ആരെ പോയി കാണും? SNDP യോഗത്തിന്റെ സാരഥി ആരാണോ അവരാണല്ലോ അവര് കാണേണ്ടത്. ആ ഒരൊറ്റ ആ കസേരയോടുള്ള ബഹുമാനം മാത്രമാണ് എല്ലാ രാഷ്ട്രീയക്കാരും കാണിക്കുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ ഈ അടുത്ത കാലത്തുണ്ടായ പ്രസ്താവനകളെല്ലാം പരിശോധിക്കുമ്പോൾ ഇതെല്ലാം വെള്ളാപ്പള്ളി പിന്തുണയ്ക്കുന്ന ആ മുന്നണിക്കൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാനുള്ള ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയും. അത് ഒത്തിരി രാഷ്ട്രീയ വിഷയങ്ങളുണ്ട്. നമുക്കറിയാം ശബരിമല വിഷയത്തിലുണ്ടായ പ്രശ്നങ്ങളും അതുകൊണ്ട് CPM-നകത്ത് തന്നെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അതെ, ശബരിമല വിഷയത്തിൽ നമ്മുടെ മുഖ്യമന്ത്രി
കാണിച്ച കൂടുതൽ സ്നേഹം. കരുതൽ, സ്നേഹം, അതൊക്കെ കൊണ്ട് പാർട്ടിക്കകത്ത് തന്നെ വിഷയം ഉണ്ടായിട്ടുണ്ട്. അതെ. അപ്പം അതിനെക്കുറിച്ചൊന്നും നമ്മൾ രാഷ്ട്രീയം കൂടുതൽ പറയാനായിട്ട് ഇപ്പം ഈ ഇലക്ഷൻ സമയത്ത് നമ്മൾ മുതിരുന്നില്ല. എങ്കിലും ആരെങ്കിലും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെ അനുഭവം ഉണ്ടാവും എന്ന് പറയാതിരിക്കാനും പറ്റത്തില്ല. ഈ സമൂഹം അല്ലെങ്കിൽ സമുദായം അതിൻ്റെ നന്മയ്ക്ക് വേണ്ടി ലക്ഷ്യമിടുന്ന ഏത് പാർട്ടി അതിനെ പിന്തുണയ്ക്കുന്നോ, വെള്ളാപ്പള്ളി നടേശനെ അല്ല, ഈ സമുദായത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി ഏത് രാഷ്ട്രീയ പാർട്ടി നിൽക്കുന്നുവോ അവരെ ഞങ്ങൾ പിന്തുണയ്ക്കും. അത് ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും. ഞങ്ങൾക്ക് കക്ഷി രാഷ്ട്രീയം വേറെ ഇല്ല. അത് NSSകാർ പറയുന്ന പോലെ ഞങ്ങൾക്കും സമദൂരം എന്നുള്ള ഒരു ഇതേ ഉള്ളൂ. കാരണം ആ സമദൂരം എന്ന് പറയുന്നത് ഞങ്ങളുടെ ശരി, ഞങ്ങളുടെ സമുദായത്തിൻ്റെ ശരി, സമുദായത്തിൻ്റെ നന്മ ആര് കാക്ഷിക്കുന്നുവോ, അല്ലാതെ അവരുടെ സൗകര്യത്തിന് വേണ്ടി വെള്ളാപ്പള്ളി നടേശൻ എന്ത് കാണിച്ചാലും വേണ്ടിയില്ല അതിനെ ഞങ്ങൾ പിന്തുണയ്ക്കാം എന്ന് പറഞ്ഞാൽ സമുദായം കൂടെ ഉണ്ടാവത്തില്ല എന്നുള്ളതിന് യാതൊരു തർക്കവും. സമുദായം ചിന്താശേഷിയുള്ളവരാണെന്ന് ഓരോ ഇലക്ഷനിലും കാണിച്ചു കൊടുക്കുന്നുണ്ട്. അത് ഇവിടുത്തെ രാഷ്ട്രീയക്കാർ മനസ്സിലാക്കിയാൽ അവർക്ക് നല്ലതായിരിക്കും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അത് ഏത് രാഷ്ട്രീയക്കാരായാലും നമ്മളെ പിന്തുണയ്ക്കാൻ തയ്യാറായാൽ അവരെ തീർച്ചയായും ശ്രീനാരായണീയർ പിന്തുണച്ചിരിക്കും എന്നുള്ളതിനൊരു തർക്കവും ഇല്ലാത്ത കാര്യം. അപ്പൊ സാറ് കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്ന ഇതാണ് ഒരു സമദൂരവും ശരിദൂരവും. ഇത് കൃത്യമായി ശ്രീനാരായണ സഹോദരധർമ്മ വേദി എടുക്കാൻ പോകുന്ന ഒരു കൃത്യമായ നിലപാട് തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് സാർ ഈ കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചിരിക്കുന്നത്. അതായത് സമുദായത്തെ ആര് പിന്തുണയ്ക്കാൻ തയ്യാറായി നിൽക്കുന്നു ആ സംഘടനയ്ക്കൊപ്പം അല്ലെങ്കിൽ ആ മുന്നണിക്കൊപ്പം നിലകൊള്ളാൻ തന്നെയാണ് ശ്രീനാരായണ സഹോദരധർമ്മ വേദിയും അതിനെ അനുബന്ധിച്ച് നിൽക്കുന്ന നിരവധിയായ ഏകദേശം 1 കോടിയോളം വരുന്ന നമ്മുടെ ശ്രീനാരായണീയർ എന്ന് മാത്രമാണ് സാർ ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. എന്തായാലും വളരെ നന്ദി സാർ. താങ്ക് യു.